ഞങ്ങൾ സോളോ ട്രിപ്പ് പോവാണ്. ഹായ് ഗൈസ്, ഞങ്ങൾ ഈ വാട്സപ്പിൽ ഉണ്ടാക്കിയ കഥകൾ വെച്ചിട്ട് ഞങ്ങൾ ട്രിപ്പ് പോവാൻ ഫൈനലി കാശ് കൊടുക്കാണ്ട് എങ്ങനെ ട്രിപ്പിന് പോവാന്ന് ഞങ്ങൾ കണ്ടുപിടിച്ചു. ഇത് അനാമിക പുതിയ മെമ്പറാണ്. നമ്പർ ഹായ്, എൻ്റെ പേര് അഞ്ജലി, ഇത് ആദിത്യ, ഇത് അനാമിക. ഞങ്ങൾ കൊടുങ്ങലിൽ നിന്ന് എസമ്പുറത്തേക്ക് നിന്ന് കൊടുങ്ങലൂർക്ക് KSRTC പോയി. അവിടെ ചെന്ന് നല്ല ചായയൊക്കെ കുടിച്ചു. എനിക്ക് കുറേ നേരം കഴിഞ്ഞിട്ട് ടേബിളാണ് എൻ്റെ രണ്ട് ഊതിക്കൊണ്ടിരുന്നത്. അതിനുശേഷം ചായയും വടയും പരിപ്പടയും ഒക്കെ ഇങ്ങനെ തിന്നിട്ട് KSRTCക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു. കുറേ ഇരുന്നപ്പോൾ കടയിൽ തിന്നലിങ്ങനെ ഇരുന്നു. അപ്പം മനസ്സിലായി ഇങ്ങനെ ഇരിക്കാൻ ഒരു സുഖമില്ല. അപ്പോൾ തന്നെ KSRTC വന്നു കയറി. ടിക്കറ്റ് കിട്ടുമ്പോൾ 00 ആയിരിക്കുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. അങ്ങനെ എനിക്കപ്പോൾ കാണുന്നു മൂന്നാർ. നല്ല രസമായിരുന്നു കേട്ടോ. ഇങ്ങനെ തണുപ്പിലൊക്കെ. പിന്നെ KSRTCയിൽ നമ്മുടെ കുറേ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, അവരുടെ സന്തോഷമൊക്കെ കാണുന്നത് രസമായിരുന്നു. ഞാൻ ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്യാമറ ഒക്കെ നോക്കിയിട്ട് ഭംഗിയുണ്ടോ നോക്കുന്നില്ല, ഭംഗിയൊന്നുമില്ല, എന്നാലും ഇങ്ങനെ നോക്കും. പിന്നെ ഇങ്ങനെ ഹുട്ടിയൊക്കെ ഇട്ടിട്ട് മിസ്റ്റീരിയസ് ആയിട്ടിരിക്കണം, അതാണല്ലോ അതിൻ്റേതായ ഒരു ഇത്. അതുകൊണ്ട് പിന്നെ ഞാനിങ്ങനെ ഇരിക്കുക, നീ വീഡിയോ എടുത്താൽ എസ്തറ്റിക് ആണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വീഡിയോ ഒക്കെ എടുത്ത്. 60 രൂപയ്ക്ക് കാശ് കൊടുത്ത് കാണാൻ താല്പര്യമില്ലാത്തോണ്ട്, 60 രൂപയ്ക്ക് കാശ് കൊടുത്ത് കാണാൻ താല്പര്യമില്ലാത്തോണ്ട് ഞങ്ങളിങ്ങനെ ഇങ്ങനെ പുറത്ത് കൂടെ കണ്ട് ആസ്വദിച്ചു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ചായൽത്തോട്ടത്തിൽ അവിടെയൊക്കെ പോയി ഇങ്ങനെ കുറേ ഡാൻസൊക്കെ കളിച്ചു. മഴ കൊണ്ടു, ജലദോഷം പിടിച്ചു. ഇങ്ങനെ കുറേ ഡാൻസും റീലും നല്ല രസമായിരുന്നു കേട്ടോ കുറേ നേരം. കാരണം അവിടെ കയറാൻ പാടില്ലാന്ന് പ്രത്യേകം എഴുതി വെച്ചുകൊണ്ട് അവിടെ ഇങ്ങനെ പറയാണ്ട് കയറിയപ്പോൾ ഒരു സുഖം ഉണ്ടായിരുന്നു. ആരും പിടിച്ച് പുറത്താക്കണ മുമ്പ് ഞങ്ങൾക്ക് പറ്റുന്നത്ര ഞങ്ങൾ വീഡിയോസും കാലൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് ഇറങ്ങി. അപ്പോൾ ആയത്തേക്ക് കുറച്ച് ഇല പറിക്കണമെന്ന് അപ്പോൾ മനസ്സിലായി മൂന്നാർ വന്നിട്ട് അടി കിട്ടാനുള്ള എല്ലാ വഴി ഞങ്ങൾക്ക് ഉണ്ടെന്ന്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ മട്ടുപ്പെട്ടി ഡാം പോയി. വലിയതൊന്നുമില്ല, വെള്ളമൊക്കെ വറ്റി വരണ്ടിരിക്കുകയായിരുന്നു. എന്നാലും ഇങ്ങനെ കുറച്ച് നേരം അവിടെ നോക്കി നിന്ന് ഒരു രസം. പിന്നെ ഇങ്ങനെ ഭംഗിയിൽ കുറേ നേരം നടന്നു. പിന്നെ ഞാൻ തോക്കൊക്കെ വെച്ച് 2 വെടിയൊക്കെ പൊട്ടിച്ചു, ഒന്നും കിട്ടിയില്ല. അപ്പോഴാണ് മാസ്റ്റർ പീസ് ആന 4 ആനയെ കൊണ്ടു. അത് ബെസ്റ്റ് മൊമെൻ്റ് ആയിരുന്നു. നമ്മളിപ്പോൾ ഒരുത്തും പറമ്പിലൊക്കെ ആനനെ കാണുന്ന പോലെ ഇല്ലോട്ടെ, നേരിട്ട് ഇങ്ങനെ ഡേഞ്ചറസ് ആയി കാണുമ്പോൾ ഒരു പ്രത്യേക ത്രില്ലാണ്. അതെങ്ങനെ ഞങ്ങൾ ഏതൊരു വറ്റിവരൻ്റെ ലേക്കിലൊക്കെ പോയിട്ട്, പേരൊന്നും ഓർമ്മയില്ല, ഇങ്ങനെ ഓടിയൊക്കെ കളിച്ചു. തല്ലുന്നല്ലി വീഴാനൊക്കെ പോയി, പ്രശ്നമില്ല, ഒന്നും പറ്റുന്നില്ല. അത് വറ്റിയിട്ട് ഇത്രേ ഉള്ളൂ ആ പുഴ. ഇത് മൊത്തം ചെളിയാണ് ഈ ഭാഗത്തൊക്കെ. പക്ഷെ ഞങ്ങൾ അവിടെ ഇറങ്ങിയിരുന്നു. നല്ല എസ്തറ്റിക്കായിട്ടുള്ള ഫോട്ടോ ഒക്കെ എടുത്ത് നനഞ്ഞ് കുളിച്ച് നിൽക്കുകയാണത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കുഞ്ഞു വാട്ടർഫാളൊക്കെ കണ്ടു. പിന്നെ കുറേ നേരം ഇങ്ങനെ ഓടി നടന്നു. അവിടെ 2 വീഴ്ചയൊക്കെ വീണ്. അത് ഞങ്ങൾ വീഡിയോയിൽ ഇടുന്നില്ല, കാരണം ഞങ്ങളത് ഓരോ മൈനസ്സാവും, അതുകൊണ്ട് ഞങ്ങളത് ഇടില്ല. ഇതാണ് ഞങ്ങൾ മൂന്നാർ ട്രിപ്പ്. പിന്നെ കുറേ സ്ഥലങ്ങളൊക്കെ പോയിട്ട് അവിടെ കാശ് കൊടുത്ത് കാണുന്നതുകൊണ്ട് ഞങ്ങൾ അവിടെ ഒന്നും കയറിയില്ല. യെസ്.